അസ്സലാമു അലൈക്കും. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോവുക. ഇസ്ലാമിനെ തകർക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അത് പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്ന നിയമങ്ങളും ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളും ഒന്നും കറക്റ്റായിട്ട് ആരും ചെയ്യാറില്ല. ഖുർആൻ തെറ്റ് പറയാറില്ല, ഖുർആൻ തെറ്റൂല. അത് വല്ലാഹി സത്യമാണ്. പറയാൻ പാടില്ലാത്ത കാര്യം പറയരുത്, കാണാൻ പാടില്ലാത്ത കാര്യം കാണരുത്, കേൾക്കാൻ പറ്റാത്ത കാര്യം കേൾക്കരുത്, തൊടാൻ പറ്റാത്ത കാര്യം തൊടരുത്, ചവിട്ടാൻ പറ്റാത്ത കാര്യം ചവിട്ടരുത്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഇതിലെല്ലാം കയറി നിരങ്ങിക്കൊണ്ട് നടക്കുന്നതാണ് ഈ മതപണ്ഡിതന്മാർ. മതപണ്ഡിതന്മാർ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കിടന്ന് പറയുമ്പോൾ അത് കേട്ടോ കേൾക്കാതെയോ കേൾക്കാത്ത മാതിരി പൊക്കോളുക. അതിന് മറുപടി പറയാനും പിന്നെ കുറേ ആളെ കൂട്ടാനും പിന്നെ മൈക്ക് സെറ്റ് എടുത്ത് പ്രസംഗിക്കാനും അത് മറ്റുള്ളവരെയും കൂടെ അറിയിച്ച് പിന്നെ വൈറലാക്കി അങ്ങനെയല്ലേ ഈ പിന്നെ നശിപ്പുണ്ടാകണേ. അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാകണേ. ഇത് കേട്ടില്ല പാട് നടന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവരും മാത്രമേ അറിയുള്ളൂ, ആ പറയുന്നവർ മാത്രമേ അറിയുള്ളൂ. ആ പറയുന്നവർക്കിടെ അതും കൂടെ കയറ്റി ക്ലിപ്പായിട്ട് വെച്ച് പിന്നെ അതിന് മറുപടിയും കൂടെ പറയുമ്പോഴത്തേക്കും നല്ല എല്ലാം ഓക്കെ ആവും. അപ്പോഴത്തേക്കും ഒന്നും കൂടെ വഷളാവും. അപ്പോൾ അടുത്ത ഭ്രാന്തിന് അടുത്തടുത്ത് കയറും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദ് അങ്ങനെ പറഞ്ഞു. എന്തിനാണ് ഈ പാടുപെട്ട് ഇസ്ലാമിനെ വളർത്തുന്നത്? ഇസ്ലാമിനെ ദീനിനെ വളർത്തുന്നത് അങ്ങനെയൊന്നുമല്ല. ദീനിനെ വളർത്തുന്നത് നന്നായിട്ട് കഷ്ടപ്പെടണം. ചുമ്മാ യൂട്യൂബിൽ കയറി യൂട്യൂബിൽ എന്താ ഇപ്പം സംഭവം നടക്കുന്നു? അത് ചൊല്ല്, ഈ ഇസ്മ ചൊല്ല്, ആ ഇസ്മ ചൊല്ല്, കോടികൾ നിങ്ങളുടെ വീട്ടിൽ വരും, പെരക്കാത്ത കോടികൾ ഉണ്ടാവും. എന്തിനു വേണ്ടി 100 പ്രാവശ്യം ചൊല്ല്, അത് 70 പ്രാവശ്യം ചൊല്ല്, ഇത് 400 പ്രാവശ്യം ചൊല്ല്. ഇത് ചൊല്ലിക്കൊണ്ടിരുന്ന വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും ബാക്കിയുള്ളവർക്കും പണിക്കൊന്നും പോകണ്ടേ? ഇത് ചൊല്ലിക്കൊണ്ട് മാത്രം വീട്ടിലിരുന്നാൽ അങ്ങോട്ട് വന്ന് കയറുമോ? ഇത് കേട്ടിട്ട് ഇത് ചെയ്യാതിരിക്കുന്നവർ വേണം ആദ്യം നല്ല ചൂരപടിക്കടി കൊടുക്കാൻ. പടച്ചവനോട് ദുആ ചെയ്യുക, ആരും കേൾക്കാതെ അർദ്ധരാത്രിയിൽ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പടച്ചവന് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ലാത്തവർ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് പടച്ചവനെയും കുറ്റം പറഞ്ഞ് അമ്പ്യാവ് മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞ് ചുമ്മാ ഈ ഉസ്താദന്മാർ ഇങ്ങനെ പള്ളിയിൽ ജോലി ചെയ്ത് മര്യാദയ്ക്ക് വീട്ടിൽ പോയി കിടന്ന് ഉള്ള ഇതും തിന്ന് വല്ലയിടത്തും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ അള്ളാഹുവെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ എന്നും പറഞ്ഞ് ബിസ്മി ചൊല്ലി കിടന്നുറങ്ങിയാൽ പോരെ? എന്തിനീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരോടും പിടിഞ്ഞ് മറ്റുള്ളവർക്കിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുക. അതിനുള്ള കഴിവാണ് വേണ്ടത്. അല്ലാതെ ഞാൻ വലിയ ഇതാണ് ഞാൻ ഇങ്ങനെ ബഹദ് പറയുന്ന ആളാണ്, ഞാൻ ഒരു പണ്ഡിതനാണ്, ഞാൻ സക്കാഫിയാണ്, ഞാൻ ദാരിമിയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണക്കില്ലല്ലേ ഉള്ളൂ. എന്തിനാ ഇതിൻ്റെ ആവശ്യം? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്താ പറയണേ? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിന് വന്ന കഥയും കോഴിക്കോട് നിന്ന് കന്യാകുമാരിക്ക് പോയ കഥയല്ലേ പറഞ്ഞു തന്നെ. ഞാൻ പോകുന്ന വഴിക്ക് അത് കണ്ടു, പോകുന്ന വഴിക്ക് ഇത് കണ്ടു. നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? അല്ല, പണ്ഡിതന്മാർ ഇത് മനസ്സിലാക്കണം. നമ്മളൊന്ന് ചൊവ്വായാൽ മതി. എന്നെ കൂട്ടണ്ട കേട്ടോ ആ കാര്യത്തിൽ. ഞാനായിക്കിട്ട് നല്ലതും പറഞ്ഞു കൊടുക്കാൻ പോലുള്ള, ചള്ളും പറഞ്ഞു കൊടുക്കാൻ പോലുള്ള. അവനവൻ സ്വയം ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്ന കഴിവ് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ട്. പക്ഷിമൃഗാദികളൊന്നുമല്ലല്ലോ. അവർക്ക് രണ്ട് സംഗതികൾ മാത്രം പടച്ചം കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഉപകാരം ചെയ്യാനും ഒന്ന് ഉപദ്രവത്തെ തടയാനും. ഈ 2 സംഗതിക്കാണ് പക്ഷിമൃഗാദികളെ കൊണ്ടുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പാമ്പിനെ പേടിയുണ്ട്, പാമ്പിനെ പേടിക്കണം. പാമ്പില്ലെങ്കിൽ മനുഷ്യനില്ല. പാമ്പുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് കണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ മരിക്കാം. അല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ഒരു ഗുണവുമില്ല. പടച്ചവൻ്റെ അടുത്ത് നിന്ന് ഒരു ഗുണം കിട്ടാനും പോകുന്നില്ല. കിട്ടണമെങ്കിൽ അതിൻ്റേതായ പണി ചെയ്യണം. പണിയെടുത്താൽ പടച്ചവൻ്റെ കയ്യിൽ നിന്ന് കൂലി കിട്ടും. കിട്ടിയില്ലെങ്കിൽ കിട്ടൂലോ. പടച്ചവൻ തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല.
ഈ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിരിക്കാനുള്ള കഴിവ് പടച്ചോൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യണം. അപ്പോൾ തരും. അതാണ് ചെയ്യേണ്ടത്. നല്ലത് പറഞ്ഞു കൊടുത്ത് സമൂഹത്തെ മൊത്തത്തിൽ നന്നാക്കാൻ നോക്കുക. അല്ല, ഒരാളെ നന്നാക്കിയിട്ട് കാര്യമില്ല. ഒരാളെ നന്നാക്കി വിട്ടാൽ ആ ആൾ മറ്റൊരാൾക്കിട്ട് പറയും, അത് സംഗതി ഓക്കെ. പക്ഷേ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ മാത്രം വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ ശരിയാകത്തില്ല. വിമർശനങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും കാണാം, പടച്ചവനെയും റസൂലിനെയൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാം. പണിയെടുത്താൽ കാണാം. പണിയെടുത്താൽ തീർച്ചയായിട്ടും പടച്ചവനെയും റസൂലിനെയും കാണാൻ സാധിക്കും. വല്ലാഹി. അസ്സലാമു അലൈക്കും.